ഹലോ. അപ്പോൾ ദേ ഇച്ചു മോളെയും കൊണ്ട് ഇന്ന് ഞാൻ പോകുന്നുണ്ടല്ലോ. ഞാൻ പഠിച്ചു വളർന്ന എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ആങ്ങളമാർ, ഞങ്ങളെല്ലാം പഠിച്ച ആദ്യ അക്ഷരം കുറിച്ച് ഞങ്ങളുടെ സ്വന്തം അങ്കണത്തിലേക്ക് തന്നെ കേട്ടോ. ഞങ്ങളൊക്കെ പഠിച്ചു വളർന്ന ഞങ്ങളുടെ അംഗൻവാടിയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കോലവും ലുക്കും അതിൻ്റെ ആ ഒരു രൂപമൊക്കെ മാറിയെങ്കിലും അതേ ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ എനിക്ക് ഇവിടെ ചെന്നപ്പം. ഞാനിപ്പോൾ ഇച്ചുമോളെ ആദ്യം കൊണ്ടുവിടാൻ ഇപ്പോൾ ടീച്ചറിനെ കണ്ടപ്പോൾ എനിക്ക് അന്ന് കണ്ട എൻ്റെ ഫിലോമിന ടീച്ചറിനെ പോലെ തന്നെ എനിക്ക് തോന്നി. അന്ന് ഞങ്ങൾക്ക് ടീച്ചറിനേക്കാളും പേടി ടീച്ചറിൻ്റെ ഒപ്പമുള്ള നമ്മുടെ ഹെൽപ്പറായിരുന്നു കേട്ടോ. ഞങ്ങളെ പേടിപ്പിക്കുന്നതും വഴക്ക് പറയുന്നതും എല്ലാം ഈ ഹെൽപ്പറായിരുന്നു. ടീച്ചർ പക്ഷേ പാവമായിരുന്നു. ഹെൽപ്പറും പാവമാണ്, പക്ഷെ ഒരാൾ ഇച്ചിരി സ്ട്രിക്റ്റായിട്ട് നിന്നാലുള്ളൂ നമ്മളെപ്പോലെ കുസൃതി കുടുക്കുകളെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ടീച്ചർ പടിയെടുക്കത്തൊന്നുമില്ല. ഞങ്ങൾക്ക് പേടി മൊത്തം നമ്മുടെ ചേച്ചീനെ ആയിരുന്നു. ഞങ്ങൾ ചേച്ചീനെ വിളിച്ചുകൊണ്ടിരുന്ന അന്ന്. അതുപോലെ നമ്മൾ നോക്കും. അതുപോലെ നമുക്ക് ചോറ് തരുമ്പോഴൊക്കെ അന്നൊക്കെ കഞ്ഞിയും പയറും ഒക്കെ മിക്സ് ചെയ്തായിരുന്നു. എന്ത് രുചിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഉപ്പുമാവ്. അപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടത്തിലെ ടീച്ചറൊക്കെ കഞ്ഞി കുടിക്കാനൊക്കെ വരും. എനിക്ക് അതുപോലെ ഫീൽ ചെയ്തൊരു ടീച്ചറാട്ടോ ഇച്ചുവിനെ പഠിപ്പിക്കുന്ന ഈ ടീച്ചറെ പേര് എനിക്ക് മറന്നുപോയി. അപ്പോൾ ആ ടീച്ചർ, കാരണം ഞാൻ കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോൾ ടീച്ചറിൻ്റെ മക്കളെന്നും പറഞ്ഞ് കൊണ്ട് നടക്കും. എന്നിട്ട് അവരെല്ലാ ഓണപ്പരിപാടിക്ക് ഞങ്ങളുടെ ഇവിടെ ഭയങ്കര ആഘോഷമാണ് കേട്ടോ. ഞാൻ ആ ടൈമിൽ യൂട്യൂബ് തുടങ്ങിയിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ അതെല്ലാം ഞാൻ ഇട്ടേനെ. അടിപൊളി വീഡിയോസും അടിപൊളിയായതിനെ. അത്രയ്ക്ക് വൈബാട്ടോ. ഇവിടെ ഓണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഓണാഘോഷ പരിപാടികളായാലും വടംവലി, പ്രച്ഛന്നമേഷ മത്സരം. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇവിടെ ആ ഓണപ്പരിപാടി ഉണ്ട്. പിന്നെ ആ കോവിഡിൻ്റെ സമയത്ത് മാത്രമാണ് 1-2 വർഷം ഇവിടെ ഇല്ലാതിരുന്ന. ബാക്കിയെല്ലാം അത് ജാതി മതഭേദമന്യേ എല്ലാവരും, അതുപോലെ തന്നെ ചെറിയ മക്കൾ തൊട്ട് ഏജ്ഡ് ആയവർ വരെ അതിൽ പങ്കെടുക്കും. പ്രച്ഛന്നവേഷം ആയിക്കോട്ടെ, വടംവലി ആയിക്കോട്ടെ. വടംവലിയിലെല്ലാം ഇന്ന പ്രായക്കാരൊന്നൊന്നുമില്ല. ആ ഓരോ സെക്ഷൻ വെച്ച് എല്ലാത്തിനും. അപ്പോൾ അന്ന് ഞാൻ ടീച്ചറെ നോട്ട് ചെയ്തതായിരുന്നു കേട്ടോ. അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചർ, ഹെൽപ്പറാണ്. ടീച്ചറൊക്കെ കൂടി സാധാരണ എല്ലാവരും ഒരു എന്താ പറയുക, ഭയങ്കര ഒരു എല്ലാവരും ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കും. ഈ ടീച്ചറിൻ്റെ മക്കളെയും കൊണ്ട് വരുമെന്ന് മിഠായി പറക്കലിന് വന്നു, അതുപോലെ നാരങ്ങ സ്പൂണിന് വന്നു. പിന്നെ അങ്ങനെ മക്കളുടെ കളികളില്ല അതിനെല്ലാം. പിന്നെ വലിയവരെ കളിയിലൊക്കെ ടീച്ചറിൻ്റെ ഹെൽപ്പറും ഒക്കെ പങ്കുചേർന്നിരുന്നു കേട്ടോ. അന്നൊക്കെ നമുക്ക് അംഗൻവാടി വരാൻ ഭയങ്കര മടിയായിരുന്നു. വന്ന് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അന്നത്തെ ആകെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ കളറ് കസേര മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പിള്ളേർക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. TV വരെ ഉണ്ട്. അതുപോലെ പിന്നെ ഇവിടുത്തെ ടീച്ചറിനെ പറ്റി അല്ലെങ്കിൽ ഹെൽപ്പറൊക്കെ എടുത്തു പറയാൻ അവർ ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിട്ട്. സാധാരണ വലിയ പിള്ളേരെ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ഭയങ്കര ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ ഒരു എക്സ്ട്രാ ഓർഡിനറി ടീച്ചർമാർ തന്നെ വേണം ഈ അംഗൻവാടി പിള്ളേരെ പഠിപ്പിക്കാൻ. കാരണം അവരുടെ മനസ്സിൽ, അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ ഉണർത്താൻ പറ്റുന്ന ആ ഒരു സ്റ്റേജാണ് ഈ 4-5 വയസ്സിൽ. അപ്പോൾ അത്രയും നല്ല എക്സ്പേർട്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചർമാരെ കിട്ടണം. ചുമ്മാ ഒരക്ഷരം മിണ്ടാതെ മൂലയ്ക്ക് പോയിരിക്കുന്ന ടീച്ചർമാരെ ഒന്നും ഇങ്ങോട്ട് വിട്ടിട്ട് കാര്യമില്ല. പക്ഷേ ഈ ടീച്ചർക്ക് ഭയങ്കര എക്സ്പേർട്ടും ഭയങ്കര എന്താ പറയുക, നമ്മൾ മേടിക്കുന്ന ശമ്പളത്തോട് കൂറെന്ന് പറയില്ലേ, അത് ഡബിളായിട്ടുള്ള ടീച്ചറും ഹെൽപ്പറുമായിട്ട് ഈ അംഗൻവാടി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും ഓരോ കാര്യത്തിനും നീറ്റ്നെസ് ആയിക്കോട്ടെ, മക്കളെ പഠിപ്പിക്കുന്നു. അപ്പോൾ 2 ദിവസം ഒരാഴ്ച ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ വന്നായിരുന്നു. അന്ന് ഭയങ്കര പാട്ട്, അംഗൻവാടി പഠിച്ചു നേരം പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, അങ്ങനെ എല്ലാത്തിനും ഭയങ്കര ഒരു എനർജറ്റിക്കാണ്. അപ്പോൾ ഞാനോർത്തുള്ള ഭയങ്കര കഴിവുണ്ട്. എൻ്റെ ഫൈസാമോളൊന്നും ഒരക്ഷരം പറയത്തോ ചെയ്യത്തോ ഒന്നുമില്ല. അംഗൻവാടിയിലൊന്നും പോയിട്ട് ഒരക്ഷരമോ അങ്ങനെയൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. ഇപ്പോഴും പഠിച്ച് വരുന്നുള്ളൂ. പക്ഷേ റിസായൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഇച്ചുമുക്കുട്ടി, അവളൊക്കെ നല്ല എല്ലാം ലെറ്റേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ വേർഡ്സ് ആയിക്കോട്ടെ എല്ലാം അറിയാം. പിന്നെ കളറിങ്, ഇത് പാട്ട്, നല്ല ആക്ഷൻ സോങ്, അത് ആ ലിറിക്സൊക്കെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ക്രിയേറ്റിവിറ്റി ആയിട്ടാണ് പറയുന്നത്. അതുപോലെ ഈ ഒരു അംഗൻവാടിക്ക് പ്രത്യേകത തോന്നിട്ട് ഓരോരുത്തർക്കും ഓരോ പോക്കറ്റ്സൊക്കെ കൊടുത്ത് അവരുടെ ആ കഴിവുകൾ, അവരുടെ മാർക്കുകൾ, അവരുടെ ക്രിയേറ്റിവിറ്റീസ് എല്ലാം ശേഖരിച്ച് നല്ല ഒരു അച്ചടക്കത്തോടെ വളർത്തുന്നുണ്ട്. എന്താണെങ്കിലും ഇവിടുത്തെ മക്കളെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഓർത്ത് ഇച്ചുവിന് മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ അവിടെ ചെന്നപ്പോൾ എല്ലാ മക്കളും ഒരൊറ്റ പിള്ളേർ കരയുന്നില്ല. നമ്മൾ വേറെ വല്ല അംഗൻവാടിയിൽ പോയ പിള്ളേർ കരച്ചിലും പിഴിച്ചിലും, ഇതൊക്കെ ടീച്ചർമാരുടെ ക്രിയേറ്റിവിറ്റി ആണ്. നോക്കിയും ഈ ചകിരിത്തൊണ്ട് കൊണ്ട് ലേഡി ബഗ്, അതുപോലെ ചിരട്ട കൊണ്ട് പാണ്ഡെ, അങ്ങനെയൊക്കെ മക്കളുടെ ഒരു ഉള്ളിൽ കിടക്കുന്ന കഴിവുകൾ ശരിക്കും പറഞ്ഞാൽ പുറത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇവർ എഫേർട്ടുണ്ട് ഇവരുടെ കേട്ടോ. എനിക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആ പഠിച്ച അതേ ചുറ്റുപാട്, ആ കിണറും എല്ലാം ഞങ്ങൾ, പിന്നെ കുറേ രൂപങ്ങളൊക്കെ മാറി, കുറേ ഇതൊക്കെ മാറിയെന്നേ ഉള്ളൂ. എന്തായാലും എനിക്ക് ഒരുപാട് മിസ് ചെയ്തു അന്ന് കൂടെ പഠിച്ചവരെ എല്ലാം. പിന്നെ ഇനി എൻ്റെ യാത്ര, ഞാൻ +1 +2 പഠിച്ച ഞങ്ങളുടെ സ്വന്തം GTHSS പൂമാല
പൂമാലയിലേക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തൊട്ടടുത്ത് വരെ പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഈ സ്കൂളിലേക്കും കയറി വയ്ക്കാം. എന്നാൽ +2 കഴിഞ്ഞ് മാരേജ് സർട്ടിഫിക്കറ്റിന് ഇത് ആവശ്യത്തിന് ഗസറ്റഡ് ഓഫീസിന് സൈൻ ചെയ്യാൻ വേണ്ടി വന്നത് ലാസ്റ്റായിട്ട് കേട്ടോ. ഒരു 10 കൊല്ലം മുന്നേ വന്നതാണ്. ഇതിൻ്റെ മുറ്റത്ത് അന്ന് ഇവിടുത്തെ പ്രിൻസിപ്പൾ തങ്കമ്മ മാഡത്തിനെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ അന്ന് ഒരു മാറ്റവും എനിക്ക് തോന്നുന്നില്ല സ്കൂളിന്. പിന്നെ പുതിയൊരു ബിൽഡിങ് റൈറ്റ് സൈഡിൽ വന്നെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഞാൻ ആ പഴയ യൂണിഫോമിലേക്ക് തിരിച്ചു പോലെ തന്നെ എനിക്ക് തോന്നി. ഒരുപാട് അന്ന് എനിക്ക് വെറുക്കപ്പെട്ട സ്ഥലമായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം എനിക്കന്ന് ഭയങ്കര വണ്ണമായിരുന്നു. ഒരു കരിനീല കളർ ചെക്ക് യൂണിഫോം ആയിരുന്നു. എനിക്ക് അതും കൂടി ഇടുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷനായിരുന്നു. അന്ന് ഭയങ്കര വണ്ണമായിരുന്നു. ഞാൻ ഇപ്പോൾ ഉള്ളിലും ഡബിളായിരുന്നു. പിന്നെ കോളേജിലൊക്കെ പഠിച്ചപ്പോഴാണ് നല്ല സ്ലിം ആയത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും റൈറ്റ് സൈഡിലെ ക്ലാസ് H1 ആയിരുന്നു. ഞങ്ങളുടെ H അല്ല, ഞങ്ങളുടെ കൊമേഴ്സിൻ്റെ ഫസ്റ്റ് ബാച്ചും ഈ സ്റ്റെയറിൻ്റെ ലെഫ്റ്റ് സൈഡ് കൊമേഴ്സിൻ്റെ സെക്കൻഡ് ബാച്ചും ആയിരുന്നു. ഞങ്ങളുടെ റെന്നി സാറൊക്കെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ, അനീഷ് സാർ ഉണ്ടായിരുന്നു അക്കൗണ്ടൻസി പഠിപ്പിക്കാൻ. അങ്ങനെ ഒരുപാട് നല്ല സാറുമാരും ടീച്ചർമാരും ഒക്കെ ഉണ്ടായിരുന്നു. ആരും എനിക്ക് കാണാൻ പറ്റില്ല, കാരണം വെക്കേഷൻ ടൈമാണല്ലോ. എന്താണെങ്കിലും എനിക്ക് അന്ന് പടി ഇറങ്ങിയതിലും സങ്കടമാണ്. ഇന്നിപ്പോൾ അതെല്ലാം കണ്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഒരുപാട് മിസ് ചെയ്തു. ഒരൊറ്റ പരിചയമുള്ള മുഖം ഞാൻ കണ്ടില്ല. പിന്നെ ഒറ്റ പരിചയം ഈ കടലിൽ ചേട്ടനെ മാത്രമുള്ളൂ. അന്ന് ഞങ്ങൾ നാരങ്ങ വെള്ളവും അതുപോലെ സിപ്പപ്പും പപ്സും ഒക്കെ കഴിയാൻ കയറിയ കടയാണ് കേട്ടോ. പിന്നെ വെയിറ്റിംഗ് ഷർട്ടൊക്കെ അതുപോലെ കുറച്ചൊക്കെ മുഖച്ചായ മാറിയെന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അങ്ങേരത്ത് നമ്മൾ ബസ് നിർത്തുന്ന സ്ഥലമായിരുന്നു. ഇവിടെ ഒരു ചേട്ടൻ്റെ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. കുറച്ച് വെറ്റയും കുറച്ച് പുകലയൊക്കെ വിൽക്കാൻ മാത്രമായിട്ട് അവിടെ മിഠായിയൊക്കെ വെച്ചിട്ടുണ്ട്. അതും കഴിക്കാൻ അങ്ങനെയൊക്കെ അവിടുത്തെ അപ്പൂപ്പനുണ്ടായിരുന്നു. ഇപ്പോൾ കാണാനില്ല. പിന്നെ ബസ്സിൽ കയറിയപ്പോഴാണ് അപ്പുറത്തെ ഷോപ്പിലെ കാര്യം ഓർമ്മ വന്നത്. ചേച്ചീനെ ഒന്ന് കാണാനടുത്ത് പോയത്. പക്ഷേ ചേച്ചി അവിടെ ഇല്ലായിരുന്നു. അവിടെ ഹെൽപ്പിംഗ് ആയിട്ട് വേറൊരു ലേഡി ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചി ഒരു 10-11 മണിയൊക്കെ എല്ലാം കഴിയുമ്പോഴേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ചേട്ടനെ അത് തന്നെ അന്നത്തെ പോലെ തന്നെ ഇച്ചിരി ഒന്ന് നര വേറിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ മിണ്ടാനൊന്നും പോയി, എനിക്ക് സമയമില്ലായിരുന്നു. കാരണം പിള്ളേരെല്ലാം വീട്ടിട്ടാണ് വന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇച്ചിരി ദൂരം ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഒരു 13-14 കിലോമീറ്ററോളം ദൂരമുണ്ട്. എന്താണ് ലാസ്റ്റ് ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുമോയെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എന്താണല്ലോ ആ കടയിൽ കയറി പഴയ ഫൗസിയ ബഷീറായി ഞാൻ അവിടെ കയറി ഒരു ഫ്രഷ് ലൈം എല്ലാം കുടിച്ച് തിരിച്ച് വീണ്ടും ആ പൂമാല ബസ്സിൽ കയറി. അന്നൊന്നും ഇതുപോലത്തെ പൂമാല ബസ്സിൽ കയറി ഇരിക്കാനുള്ള സീറ്റില്ല. കാരണം പൂമാല എൻഡിങ് ആണ് ഈ ബസ് ചെന്ന് നിൽക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരും ടീച്ചർമാരും. നമ്മൾ ഈ സ്റ്റുഡൻസ് 2 രൂപയും കൊണ്ട് STക്ക് നിൽക്കുമല്ലേ, നമ്മൾ നിൽക്കും. അങ്ങനെ എന്തായാലും ഒന്നുകൂടെ നോക്കി ഞാൻ വീണ്ടും യാത്രയായി.